എടി അടുത്ത ആഴ്ച വാലന്റൈൻസ് ഡേ അല്ലേ? നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? പിന്നെ ഞാൻ നിനക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു തരും, കേട്ടിട്ടുണ്ട് റോസ് വാങ്ങിച്ചു തരും, അതും കേട്ടിട്ടുണ്ട്. നമുക്ക് റെഡ് ബലൂൺസ് കൊണ്ട് മൊത്തം ഡെക്കറേറ്റ് ചെയ്യണം റൂമൊക്കെ. ശരിക്കും? അതെ. ആ ആണോ? ആടി. എന്നാ പിന്നെ റെഡ് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ വേണം. അതല്ലോ. ആ കളറാക്കണം. അതെ അതെ. എന്നാ മോളെ? എടി ആ ഗിഫ്റ്റ് തരാനായിരിക്കും. ഒരു പാന്റ് അഴുക്കൊക്കെ ഇന്ന് തൂത്തുവായിരിക്കും മോളെ. അറിയാവോ? ഇന്ന് എന്തുവാടി? ബർത്ത്ഡേ ആണോ? മറന്നുപോയി. ഡി നമുക്ക് ഈ വാലന്റൈൻസ് ഡേ നാളെ ആക്കിയാലോ? മോളു ഞാൻ ഇന്നത്തെ ദിവസം മറന്നുപോയല്ലോടി. നീ ഞാൻ എന്നെ എടുക്കണം. എണ്ണ എടുക്കണം, പാത്രം കഴുകണം, തുണി അലക്കണം, തുണി അലക്കിയിട്ട് വിരിക്കണം, കൊച്ചിന്റെ ഡയപ്പർ മാറ്റണം. ഓക്കെ, റിച്ചുവിന് സ്കൂളിൽ വിടണം. എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യണം. ഓ ശരി ശരി. ഹലോ അല്ലേ, ഒരു റെഡ് റോസ് ഫ്ലവർ കൊടുത്തനോ? ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇതൊക്കെ എത്ര മാസം മുമ്പേ പ്ലാൻ ചെയ്തറിയോ? ഗിഫ്റ്റും ഫ്ലവറും ഒക്കെ ജസ്റ്റ് പ്രാങ്ക് ചെയ്തതല്ലേ? ആ ഞാൻ എന്തൊക്കെ പറഞ്ഞു, കഷ്ടായി പോയി. എല്ലാ പണിയും ഞാൻ തന്നെ എടുത്തോളാം കേട്ടോ. ഇവിടെ തന്നെ ഇരുന്നു. ഇത്ര സ്നേഹം കൊണ്ട് നീ അറിഞ്ഞില്ല.